എന്താണ് അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞേ? ബാളി ഇരിക്ക്, ഒരു കാര്യമുണ്ട്. എന്തല്ലേ ടിക്കറ്റ് ഒക്കെ അടിച്ച് കിട്ടിയേ? അതിനെക്കുറിച്ച് പറയാനാടാ രാവിലെ തൊട്ട് നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നത്. എന്താ? ഈ യുദ്ധം തുടങ്ങിയ അമ്മയത്താ കമ്പനി ആകെ ഇച്ചിരി പ്രതിസന്ധിയായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നിടത്ത്. അപ്പോൾ കമ്പനി 10-60 പേരത്ത് പറഞ്ഞു ലീവ് അടിച്ച് നാട്ടിൽ പോയിക്കോ, 2 മാസം കഴിഞ്ഞ് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. യുദ്ധമായിട്ട് തീർന്നതുമില്ല, കമ്പനി ആകെ പ്രതിസന്ധി ആയെന്ന് തോന്നുന്നു. ട്രാവൽസിൽ പോയായിരുന്നു ടിക്കറ്റ് എടുത്ത്. അപ്പം വിളിച്ചപ്പോഴത്തേക്ക് കമ്പനി ഏകദേശം നിർത്തിയ കണ്ടീഷന്. ഞാനാകെ പെട്ടിരിക്കും. പിന്നെ നിന്നെ കാണണമെന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാരണം ഇവിടെ എന്തെങ്കിലും നമുക്കൊന്ന് തുടങ്ങണമെങ്കിൽ എത്ര രൂപ ആകുമെന്നൊക്കെ എനിക്ക് ഇവിടുത്തെ ഒന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. എന്തുവല്ല ബിസിനസ് തുടങ്ങാനാണോ? അതെ. അളിയാതെ ഓരോ ബിസിനസിന്റെ അനുസരിച്ചാണ് നമ്മൾ ഈ ഫണ്ട് ഇറക്കുന്നത്. പിന്നെ അളിയനൊന്ന് ആലോചിച്ചതിന് ശേഷം ചെയ്താൽ മതി. കാരണം എന്താ അറിയോ, ഒരുപാട് പ്രവാസികൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങി ആകെപ്പാട് പൊട്ടിപ്പോയിരിക്കും. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ആലോചിക്കാം. പിന്നെ ഇത് അവളോട് പറഞ്ഞായിരുന്നു ഈ കാര്യം. അതാടാ ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം. അവൾ ഈ കാര്യം, ഈ വിസ തന്നെ ക്യാൻസലായ കാര്യം അവൾ അറിഞ്ഞാൽ ആ സെക്കൻഡിൽ മറിഞ്ഞത് അറിയുകയും. എനിക്കറിയാവുന്നതല്ലേ, ഹൗസിംഗ് ലോണുണ്ട്. ഇപ്പം ഈ പാലുകാഴ്ച നടത്തി നാട്ടുകാരെയും ബന്ധുക്കാരെയൊക്കെ സംഭാവനകൾ തന്നിട്ടുണ്ട്. പിന്നെ പിള്ളേരുടെ പഠിത്തം, ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ഞാനിത് എങ്ങനെ അവിടുത്തെ പറയും? അത് ആലോചിക്കുമ്പം അതിൽ വലിയ ഒരു പ്രശ്നമാണ്. കാര്യങ്ങളി എന്റെ ഒച്ചപ്പാടെ മോളും പെങ്ങളും ഒക്കെ വേണ ഒരു കാര്യം ചെയ്യാം. ഞാൻ വേണം അവളുമായിട്ടൊന്ന് വിളിച്ച് സംസാരിക്കാം. വേണ്ടളേ, ഞാനൊരു പരുവത്തിന് എങ്ങനെങ്കിലും അവളുടെ അടുത്തൊന്ന് അവതരിപ്പിക്കാം. അതേ നടക്കത്തുള്ളൂ. അത് മതി. അതൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ചായ കുടിക്കാം. ആ പാലാന്നേ വേണ്ടടി, എനിക്ക് കടിഞ്ചാൽ മതി. ടിക്കറ്റ് എടുത്തോ? എന്തായി? ഓ ഇല്ലടി, അത് നടന്നില്ല. അതെന്താ? ഓ ഞാന് പോകുന്നില്ല. ലാസ്റ്റ് ടൈം വന്നിട്ട് അച്ചാറിട് ബീഫ് ഫ്രൈ ചെയ്യുന്നൊന്നും പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞേക്കാവേ. ഞാൻ പോകുന്നില്ലടി വന്നേ. പിന്നെന്തിനാ ഈ അച്ചാറൊന്നും ഇടുന്ന കാര്യം? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇതെന്തോ പറയുവോ, തമാശ പറയുവാണോ? ഞാൻ നിന്നോടൊരു സീരിയസ് ആയ ഒരു കാര്യമല്ലേ പറയുന്നത്. ഞാൻ പോകുന്നില്ല. ഈ മാസത്തെ ഹൗസിംഗ് ലോൺ എങ്ങനെങ്കിലും അടച്ച് ഇനി അടുത്ത മാസം എന്തോ ചെയ്യും? പിള്ളേരുടെ സ്കൂളിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്നറിയാമോ? ഞാൻ എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക. എന്തോ കച്ചവടം ചെയ്യാനൊക്കെ ഇക്കൊക്കെ എന്തോ കച്ചവടം അറിയാം. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എന്താ ചായ കുടിക്ക്. അവിടെ വെച്ചേരാ, ഞാൻ കുടിച്ചോളാം. ഇക്കയുടെ വിസ ക്യാൻസലായ ഇവരെ എൻ്റെ ആങ്ങളെയോ എൻ്റെ വാപ്പായോ പറഞ്ഞല്ലോ ഞാൻ അറിയേണ്ടത്. വാപ്പ രാവിലെ ഇവിടെ വന്നായിരുന്നു. ഇത് തന്നിട്ട് പോയി. പ്രമാണോ? ഇത് നമ്മുടെ കല്യാണത്തിന് വാപ്പ തന്ന വസ്തുവിന്റെ പ്രമാണമാ. അന്ന് നിങ്ങളുടെ അഭിമാനം ഓർത്ത് നിങ്ങളിത് വേണ്ടാന്ന് വെച്ച്. ഇന്നിപ്പോൾ ആവശ്യം വന്നപ്പം വാപ്പ നമുക്ക് കൊണ്ട് തന്നതാ. ഇത് വിറ്റാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളിക്കാം നമുക്ക്. വിഷമിക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ അടുക്കള വെച്ച് ചൂടായതേ വാപ്പ പറഞ്ഞല്ലല്ലോ ഇക്ക ഞാനെല്ലാം അറിയേണ്ടത്. അതിൻ്റെ ഒരു വിഷമം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ കേട്ടോ. നിങ്ങൾ പ്രവാസിയൊക്കെ ഒരു ധാരണയുണ്ട്, നിങ്ങളെ ജീവിതകാലം മുഴുവൻ അവിടെ കഷ്ടപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഇവിടെ സന്തോഷിക്കുകയാണെന്ന്. ഇക്ക ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹം അവരുടെ ഭർത്താവ് കൂടെ തന്നെ വേണമെന്നുള്ളതാ. അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാലും നിങ്ങൾ എന്നെ മറച്ചു വെച്ചല്ലോ. ഞാനിങ്ങനൊന്നും അല്ല നിങ്ങളെ കരുതിയത്. പോട്ടെ. സോറി.